വെൽക്കം ടു കറി കോർണർ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ്. ഇത് ലഞ്ച് ബോക്സിലാക്കി പാക്ക് ലഞ്ചായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസും കോണും ചേർത്തിട്ടുള്ള ഒരു പുലാവും അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി പെപ്പർ ചിക്കൻ മസാലയുമാണ്. ഇത് നല്ല ഒരു പാർട്ടി ഡിഷും കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം പുലാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസ് എടുത്ത് ഇത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിലൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇത് 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പുലാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ പുലാവ് ഉണ്ടാക്കാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ പീസും കോണും ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ പീസാണ്. അതിപ്പോൾ ഒരു 1/4 കപ്പും ഫ്രോസൺ കോൺ അതായത് സ്വീറ്റ് കോൺ അതും ഒരു 1/4 കപ്പ് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പച്ചമുളക്, 2 സവാള തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തത്, 4 കഷ്ണങ്ങളാക്കിയ മീഡിയം സൈസ് ടൊമാറ്റോ, ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പകുതി ലെമൺ, പിന്നെ ഹോൾ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ. ഇതിൻ്റെ കൂടെ കോക്കനട്ട് മിൽക്ക്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഹോൾ ഗരം മസാല അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിൻ സ്ലൈസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ഇതിൽ ചേർത്ത് കൊടുത്ത് അത് ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. ഈ ഓണിയൻസ് കളർ ചേഞ്ചായി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലേശം ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. ഈ സ്റ്റേജിൽ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഫ്രൈ ചെയ്യണം. ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് നല്ലോണം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കളർ മാറിപ്പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് ലേശം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിങ്ങനെ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള നാളികേര പാൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബാസ്മതി റൈസാണ്. അതിന് 3 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബാസ്മതി റൈസ് ഓൾറെഡി സോക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. 3 കപ്പ് കറക്റ്റായിരിക്കും. വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഇത് ബോയിൽ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലോണം ബോയിലായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മിൻറ്റ് ലീവ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലിഡ് ഇട്ട് അടച്ച് വെച്ച് 10 to 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്ക് ചെയ്യണം. 15 മിനിറ്റ്സിന് ശേഷം നമ്മളിപ്പോൾ തുറന്ന് നോക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്ന നാളികേര പാലൊക്കെ അബ്സർവ് ആയി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ദമ്മിലേക്ക് മാറ്റാം. ഇനി ദമ്മിലിടാൻ ഒരു ദോശപ്പാൻ എടുത്ത് ഹൈ ഫ്ലെയിമിലാക്കി നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിലാക്കിയിട്ട്. എന്നിട്ട് നമ്മുടെ പുലാവിൻ്റെ പാൻ എടുത്ത് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് അടപ്പുള്ള പാത്രമാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ പുറത്തു പോകാതെ ഇരിക്കും. ഇത് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. മൈൽഡ് ഫ്ലേവറുള്ള ഈ പുലാവിന്
നല്ല ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് പെപ്പർ ചിക്കൻ മസാല. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ ഒരു മസാല തയ്യാറാക്കണം. അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ മോട്ടർ പെസ്റ്റലിലോ ഇട്ടിട്ട് ഇങ്ങനെ തരിതരിപ്പോടെ പൊടിച്ച് വെക്കണം. ഇനി പെപ്പർ ചിക്കൻ മസാല ഉണ്ടാക്കാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് ചൂടായതും അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 സവാള നീളത്തിലരിഞ്ഞത്, ഞാൻ എടുത്തത് വലിയൊരു സവാളയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇത് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയാണ്. തക്കാളി നല്ലോണം ഫ്രൈ ആയി സോഫ്റ്റ് ആകണം, അതുവരെ ഇതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആകണം. എന്നിട്ട് ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിനെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ചിക്കനിലേക്ക് ഗരം മസാല ചേർക്കുന്നില്ല, പെപ്പറിൻ്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. ആഡ് ചെയ്തിട്ടുള്ള മസാലയും ചിക്കനും ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അടപ്പിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി കുക്ക് ചെയ്യണം. ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, തനിയെ ഇങ്ങനെ കുക്കായിക്കോളും. ഇടയ്ക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിപ്പിടിക്കും. ഈ പെപ്പർ ചിക്കൻ മസാല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്, അതുകൊണ്ട് ഒന്നും കൂടി പെട്ടെന്ന് ആയിക്കോളും. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേര പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള നാളികേര പാല് മുഴുവൻ ചിക്കൻ അബ്സർവ് ചെയ്ത് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമ്മളിതിനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു അടപ്പിട്ട് അടച്ച് ഒരു 5 മിനിറ്റും കൂടി ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കൻ നല്ലോണം വെന്ത് നമ്മൾ ചേർത്തിരുന്ന നാളികേര പാലൊക്കെ നല്ലോണം അബ്സർവ് ആയിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച മസാലപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. പെപ്പറിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒടുവിൽ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുലാവിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഇടിയാപ്പം, ആപ്പം, ദോശ ഇതിനൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. ഞാനിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഗ്രേവി ആയിട്ടും ആക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിലായിരുന്ന പുലാവ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് പുലാവ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവും അതിൻ്റെ കൂടെ കഴിക്കാൻ കുരുമുളകിട്ട് വരട്ടിയ പെപ്പർ ചിക്കൻ മസാലയും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. If you like this video, please like, comment and share. If you're new to my channel, please subscribe and press the bell icon to get all my new updates. See you in my next video. Until then, take care. Bye.